നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന നിർമ്മാണ പദ്ധതികളുടെ അനുമതിയോടനുബന്ധിച്ച് മേഗാ എഞ്ചിനീയറിംഗ് വാങ്ങിക്കൂട്ടിയത് കോടികളുടെ ഇലക്ട്രൽ ബോണ്ടുകൾ. ജമ്മു കാശ്മീരെ സോജില പാസ് ഉൾപ്പെടെയുള്ളവയുടെ കോൺട്രാക്റ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. 2020 ഒക്ടോബറിൽ 20 കോടിയുടെ ബോണ്ട് വാങ്ങിയ കമ്പനിക്ക് തൊട്ടടുത്ത മാസം ടണൽ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. മുംബൈയിലെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷന്റെ നിർമ്മാണ പദ്ധതി ലഭിച്ചതിന് അടുത്ത മാസം 140 കോടിയുടെ ബോണ്ടാണ് കമ്പനി വാങ്ങിയത്. ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയതിൽ രണ്ടാമത്തെ വലിയ കമ്പനിയാണ് മേഗാ എഞ്ചിനീയറിംഗ്. BJPക്ക് 585 കോടിയും BRSന് 195 കോടിയും DMKക്ക് 85 കോടിയും ഇലക്ട്രൽ ബോണ്ടിലൂടെ മേഗ സംഭാവനയായി നൽകിയിരുന്നു. ഗ്രീൻകോ കമ്പനി 44 അനുബന്ധ കമ്പനികളിലൂടെയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിക്കൂട്ടിയത്. ഇവർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത് 117 കോടി രൂപ. YSRനും BSRനും BJPക്കും പണം നൽകുകയുണ്ടായി. YSR 55 കോടി രൂപയും BRSന് 49 കോടി രൂപയും BJPക്ക് 13 കോടി രൂപയും എന്നിങ്ങനെയാണ് ലഭിച്ചത്. ബോണ്ടുകളായി നിഫ്റ്റി കമ്പനികളിൽ നിന്ന് BJPക്ക് കിട്ടിയത് 521 കോടി രൂപയാണ്. നിഫ്റ്റിയിലെ 15 കമ്പനികളും സെൻസെക്സിലെ 8 കമ്പനികളും ഇലക്ട്രൽ ബോണ്ട് വാങ്ങി. നിഫ്റ്റി കമ്പനികൾ വാങ്ങിയത് 646 കോടിയുടെ ബോണ്ടാണ്. അതേസമയം സെൻസെക്സ് കമ്പനികൾ വാങ്ങിയത് 337 കോടിയുടെ ബോണ്ട്. ഇത് നിഫ്റ്റി കമ്പനികൾ 521 കോടിയും BJPക്കാണ് നൽകിയത്. BRSന് 53 കോടി, കോൺഗ്രസിന് 23 കോടി, BJDക്ക് 20 കോടി എന്നിങ്ങനെയും നൽകി.